ഇന്ന് നമ്മൾ പോകുന്നത് മീൻ പിടിക്കാനാണ്. ഇവൻ കണ്ണപ്പൻ, ഇവൻ നമ്മുടെ കുഞ്ഞമ്മയുടെ മോനാണ്. ഇവനാണ് നമ്മുടെ മീൻ പിടുത്തക്കാരൻ. അവൻ്റെ കയ്യിലിരിക്കുന്ന വലിയ ചൂണ്ടയാണ്. മീൻ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ കൊഞ്ചും കാര്യങ്ങളും ഒക്കെ വാങ്ങി ഞാൻ ചേട്ടനും അനിയനും മോനും ഒക്കെ ആയിട്ട് താണ്ട് നേരെ ഒരു കടയിലേക്ക് വന്നു. കടയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ചൂണ്ടയും കുറച്ച് ടങ്കൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോഴാണ് നൊസ്റ്റാൾജി ഉണർത്തുന്നത് ഈ വെള്ളം കണ്ടത്. ഈ വെള്ളവും 4-5 പാക്കറ്റ് വാങ്ങി നേരെ ഞങ്ങൾ വണ്ടിയിൽ കയറി തീരദേശം വഴി ഞങ്ങൾ കാപ്പിൽ വർക്കലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. റോഡ് പണി നടക്കുന്ന കാരണം അപ്പുറത്തെ സൈഡിലോട്ട് വണ്ടി വിടത്തില്ല, അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. മീൻ പിടിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിഷമിച്ച് നിന്നപ്പോഴാണ് ദാണ്ടേ ഇവിടെ ആൾ മീൻ പിടിക്കുന്ന കണ്ടത്. ഇത് കാപ്പിലിന് തൊട്ട് മുമ്പുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ കായലാണുള്ളത്. ഞങ്ങളങ്ങനെ മീൻ പിടിക്കാൻ നേരെ വെള്ളത്തിലേക്ക് വന്നു. അപ്പോൾ അവിടെ വലിയൊരു ഞണ്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുഴിയുടെ ഭാഗത്തായിട്ട് കുറച്ച് കൊച്ചു മീനുകളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ കണ്ണപ്പൻ, നമ്മുടെ അനിയൻ, അവൻ ദാണ്ടേ കയ്യിൽ ടങ്കൂസിൽ ചൂണ്ട കോർത്തിട്ട് അവൻ കൊഞ്ചിനെയൊക്കെ കെട്ടി ആ കുഴിയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ കുറേ കുഞ്ഞു മീനുകളുണ്ടായിരുന്നു അവിടെ. ഇപ്പോഴൊന്നും മീനെ കിട്ടത്തില്ല, നിങ്ങൾ അങ്ങോട്ടെങ്കിലുമൊക്കെ പോയിരുന്നോ, കുറച്ച് ക്ഷമ വേണമെന്നൊക്കെ പറഞ്ഞ് ഇന്നപ്പോഴാണ് ഞങ്ങൾ അപ്പുറത്ത് കുറച്ച് വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേക്കും ദേണ്ടേ മീനെ കിട്ടിയെന്നും പറഞ്ഞ് വിളിച്ചത്. ഇത് ഹമൂറാണ്. അത്യാവശ്യം വലിയൊരു മീനായിരുന്നു കിട്ടിയത്. അത് കാരണം മീൻ പിടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവൻ ആ മീനിൻ്റെ വായിക്കകത്ത് നിന്ന് ആ ടങ്കൂസും ആ ചൂണ്ടയൊക്കെ എങ്ങനെയൊക്കെ വലിച്ച് പുറത്തെടുക്കുന്നുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. അവനെ പ്ലെയറൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ ചൂണ്ട എങ്ങനെയൊക്കെ വലിച്ചെടുത്ത് മീനെ ഞങ്ങൾ സഞ്ചിയിലോട്ടാക്കി. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ അവസാനം ചൂണ്ട എൻ്റെ കയ്യിലോട്ട് പിടിക്കാനൊന്നും വേണമെങ്കിലും നോക്കുമോ, ട്രൈ ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞു. ചൂണ്ട എറിയാൻ എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ വെറുതെ പിടിച്ചു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് വന്ന ഹോട്ടലിൽ നിന്ന് ദോശയും സാമ്പാറും വാങ്ങി. അത് ഞങ്ങളെല്ലാവരും കൂടെ ആ പൊതി തുറന്നിട്ട് ഈ സാമ്പാറൊക്കെ തട്ടി വെച്ച് പപ്പടമൊക്കെ കുഴച്ച് ഞങ്ങളെല്ലാവരും കൂടെ മക്കം തിന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് തീരദേശം വഴി വീണ്ടും പോവുകയാണ്. ശാസ്താംകോട്ട ഹാർബറിലേക്കാണ് പോയത്. ശാസ്താംകോട്ടല്ല, ശക്തികുളങ്ങര ഹാർബറിലേക്കാണ് പോയത്. ഈ പൊരി വെയിലത്ത് മീൻ പിടിക്കാൻ പോകാൻ പ്രാന്താണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല. ഇതൊക്കെ ഒരു രസമല്ലേ. പോയാൽ എന്തായാലും കരിയും, എന്നാലും വല്ലപ്പോഴും ഒക്കെ കൂടി കിട്ടുന്ന അവസരമല്ലേ, എന്തായാലും പോകാമെന്ന് കരുതി അങ്ങനെ നേരെ ഞങ്ങൾ പോവുകയാണ്. ഇനി നമുക്ക് നേരെ ശക്തികുളങ്ങര ഹാർബറിൽ കാണാം. ആ തൊണ്ട പൊട്ടിപ്പാടുന്നത് എൻ്റെ ചേട്ടനാണ് കേട്ടോ. സൈഡിൽ വള്ളങ്ങളും ബോട്ടും ഒക്കെ ഒതുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ശക്തികുളങ്ങര ഹാർബറിൽ എത്തിയിരിക്കുകയാണ്. നല്ല മോരിഞ്ഞ വെയിലായതുകൊണ്ട് എൻ്റെ ഷാള ചേട്ടനും തലയിൽ എടുത്തിട്ട് ഞാനും അവസാനം ഷാളക്കൂരി തലവഴിയിട്ടു. നല്ല കാട്ട വെയിലായിരുന്നു കേട്ടോ. ആ ഷാമ്പു ആണെങ്കിൽ തലയെക്കൂട്ട് ഷർട്ടും എടുത്തിട്ട് അലൂനി ഒരു തൊപ്പി എന്തായാലും നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെയിലൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണപ്പൻ, നമ്മുടെ അനിയൻ ദേണ്ടേ അവൻ ചൂണ്ടയിടാൻ പോവുകയാണ്. ചൂണ്ടയിലേക്ക് കൊഞ്ചൊക്കെ കോർത്ത് അവൻ ചൂണ്ട എറിഞ്ഞു. മീനെ കിട്ടുമോ നോക്കാം. പിന്നെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള കൊഞ്ച് ഞാനാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തത്. അങ്ങനെ എന്തോ ഒന്ന് കിട്ടി ഗായ്സ് എന്നും പറഞ്ഞ് നോക്കിയപ്പോഴാണ് വേണ്ടി കാരലിനെ കിട്ടി. ഒരു ചെറിയ കാരലാണ് കേട്ടോ. അങ്ങനെ 4-5 കാരലിനെ കിട്ടി. അതുമല്ല ഞങ്ങൾ കവറിലാക്കി എല്ലാം കഴിഞ്ഞു. ഇനി മീൻപിടുത്തം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.